ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വെജിറ്റബിൾ കുറുമയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെജിറ്റേറിയൻ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ കാണുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് വെജിറ്റബിൾ കുറുമ തയ്യാറാക്കുന്നത്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. 2 ടേബിൾ സ്പൂൺ. ഓയിലൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് 3 ഏലക്കായ, 3 ഗ്രാമ്പു, 1 കഷ്ണം പട്ട കഷ്ണങ്ങളാക്കിയത്, 1 ബേ ലീഫ് കഷ്ണങ്ങളാക്കിയത്, പിന്നെ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം. ഇതൊക്കെ ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസിലുള്ള സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവാള വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർക്കാം 1/2 ടീസ്പൂൺ. പിന്നെ മുളക് പൊടിയാണ്. മുളക് പൊടി കൂടുതലൊന്നും വേണ്ട, കുറുമയിൽ അങ്ങനെ മുളക് പൊടി കൂടുതൽ ചേർക്കാറില്ല. അപ്പോൾ 1 ടീസ്പൂണൊക്കെ മതിയാവും. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി കൂടെ ചേർത്തിട്ട് ഈ 3 പൊടികളുടെയും റോസ് സ്മെൽ ഒന്ന് മാറി വരുന്നത് വരെ നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം ലോ ഫ്ലെയിമിൽ. പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു വലിയ തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കിയത് ചേർത്തിട്ട് വഴറ്റിയെടുക്കാം. നന്നായിട്ട് പഴുത്തിരിക്കുന്ന തക്കാളിയൊക്കെ ആണെങ്കിൽ കൂടുതൽ നല്ലത്. അപ്പോൾ ആവശ്യമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വഴറ്റിയെടുക്കാം. അങ്ങനെ വരുമ്പോൾ തക്കാളി പെട്ടെന്ന് വെന്തുടഞ്ഞ് കിട്ടും. ഇനി നമുക്കിതിലേക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പൊട്ടാറ്റോ ചെറിയ കഷ്ണങ്ങളാക്കിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ക്യാരറ്റ് ഇവിടെ വലിയൊരു ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്, ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് അളവിൽ ബീൻസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ഈ ഒരു മസാലയുമായിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഗ്രീൻ പീസ് ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നില്ല, പിന്നീട് ചേർത്ത് കൊടുത്താൽ മതിയാവും. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നേരത്തെ സവാളയുടെ കൂടെ ചേർത്ത് കൊടുത്തതാണല്ലോ, അപ്പോൾ ഈ ഒരു സമയത്ത് നോക്കിയിട്ട് ആവശ്യത്തിന് അനുസരിച്ചിട്ടൊക്കെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് വെള്ളം ചേർത്തിട്ട് അടച്ച് വെച്ചുകൊണ്ട് വേവിച്ചെടുക്കാം. കൂടുതലൊന്നും വേണ്ട, 1/2 കപ്പ് മുതൽ 1 കപ്പ് വരെയൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ചുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് ഇത് വേവിച്ചെടുക്കാം. വെജിറ്റബിൾസ് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് 3/4 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് കാര്യങ്ങൾ ചേർക്കാനുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കാം. 8-10 കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ പച്ചമുളക് 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് പെരിഞ്ജീരകം 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ പൊട്ടുകടല ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടേബിൾ സ്പൂൺ അളവിൽ പൊട്ടുകടല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല കട്ടിയായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. വെജിറ്റബിൾസൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തുറന്ന് നോക്കിയതിന് ശേഷം നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നേരത്തെ വേവിച്ചിട്ട് മാറ്റി വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് കൂടെ ചേർത്തിട്ട് ഈ ഒരു മസാലയുമായിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഞാനിവിടെ ചേർത്തിരിക്കുന്ന ഈ ഒരു വെജിറ്റബിൾസ് കൂടാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം. കോളിഫ്ലവർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, സോയാ ചങ്ക്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കോക്കനട്ട് പേസ്റ്റ് ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവാണ്, അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എരിവൊക്കെ കറക്റ്റ് പാകത്തിനാണ്. അപ്പോൾ നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വേണമെങ്കിൽ കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. കുറുമയ്ക്കൊക്കെ സാധാരണ എരിവ് കുറവായിരിക്കുമല്ലോ. അപ്പോൾ നമുക്കിതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ജാറ് കഴുകിയിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചൂടുവെള്ളം തന്നെ, ഇളം ചൂടുവെള്ളമായാലും കുഴപ്പമില്ല. അപ്പോൾ ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങ ചേർത്തതിന് ശേഷം നമുക്കൊന്ന് നന്നായിട്ട് ഇതൊന്ന് ചൂടാക്കിയെടുക്കണം.
അപ്പോൾ കുറുമ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്, ചെറുതായിട്ടൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. വെള്ളത്തിൻ്റെ അളവ് ഞാൻ കറക്റ്റ് പറയുന്നില്ല, അത് നിങ്ങൾ നോക്കിയിട്ടൊക്കെ ചേർത്ത് കൊടുത്തോളൂ. കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില, കുറച്ചധികം തന്നെ മല്ലിയില ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഓപ്ഷൻസിൽ ഓൾ തന്നെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രദ്ധിക്കണം, എന്നാലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതുപോലുള്ള റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്